എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 32-ാമത്തെ സർഗത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽ 21-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് കുശനാഭൻ്റെ 100 സുന്ദരിമാരായിട്ടുള്ള കന്യകമാർ ഉദ്യാനത്തിൽ പാട്ടുപാടി നൃത്തമാടിയൊക്കെ നടക്കുകയായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് 14-ാമത്തെ ശ്ലോകം നോക്കാം. അഥതാശ്ചാരു സർവാംഗ്യോ രൂപേണ പ്രതിമാ ഭുവി ഉദ്യാനഭൂമിമാഗമ്യ താരായിവ ഘനാന്തരേ. ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ശ്ലോകത്തിൻ്റെ തുടർച്ച തന്നെയാണ്. അഥ അനന്തരം താഹ ചാരു സർവാംഗ്യ രൂപേണ അപ്രതിമാ ഭുവി, ഈ ഭൂമിയിൽ ചാരു സർവാംഗ്യ അതിസുന്ദരമായിട്ടുള്ള അംഗങ്ങളോട് കൂടിയവരും, എല്ലാ ഭാഗങ്ങളും കൈയാകട്ടെ കാലാകട്ടെ കണ്ണാകട്ടെ മൂക്കാകട്ടെ എല്ലാം അതിസുന്ദരങ്ങളാണ്. അങ്ങനെയുള്ള സർവാംഗ സുന്ദരിമാരായിട്ടുള്ള പെൺകുട്ടികൾ രൂപം കൊണ്ട് വേറെ ആർക്കും അത്രയ്ക്ക് വരാൻ പറ്റില്ല, അപ്രതിമകളാണ്. അതുപോലെ വേറൊരാൾ എന്ന് പറഞ്ഞ് മറ്റൊരാളെ കാണിച്ചു തരാനില്ലാത്ത അത്രയ്ക്ക് സുന്ദരികളായിട്ടുള്ള ആ പെൺകുട്ടികൾ ഉദ്യാനഭൂമിം ആഗമ്യ, ഉദ്യാനഭൂമിയിലേക്ക് വന്നിട്ട് ഏതുപോലെ ശോഭിച്ചു? ഘനാന്തരേ താരാഹ ഇവ, ഘനാന്തരത്തിൽ, അതായത് മേഘങ്ങളൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ നക്ഷത്രങ്ങൾ എന്ന പോലെ ശോഭിച്ച് അവിടെ എല്ലാവർക്കും സന്തോഷമുണ്ടാക്കി വളരെയധികം ശോഭിച്ച് തേജോവതികളായിട്ട് അവരവിടെ ഉല്ലസിച്ചു എന്നാണ് പറയണത്. അങ്ങനെ അവരെ കാണുകയാണ്. ആരാണ് കാണുന്നത്? 15-ാമത്തെ ശ്ലോകം നോക്കാം. താ സർവഗുണസമ്പന്ന രൂപയൗവന സംയുതാഃ ദൃഷ്ട്വാ സർവാത്മകോ വായുരിദം വചനമബ്രവീത്. താഹ സർവാഹ, ഈ പെൺകുട്ടികളെ എല്ലാവരെയും തന്നെ ഗുണസമ്പന്നാഹ, അവരെങ്ങനെയുള്ളവരായിരുന്നു? നല്ല ഗുണഗണങ്ങളുള്ളവരായിരുന്നു. അവർക്ക് വകതിരിവ്, അതുപോലെ സൗന്ദര്യമുള്ളവർക്ക് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ പെൺകുട്ടികൾ അങ്ങനെയുള്ളവരായിരുന്നു. വിനയവും വകതിരിവും മറ്റുള്ളവരെ ബഹുമാനിക്കാനും ഒക്കെ ഉള്ള കഴിവുള്ള അങ്ങനത്തെ പെൺകുട്ടികളായിരുന്നു. അവരുടെ രൂപ യൗവന സംയുതാഹ, ഇതൊക്കെ ആദ്യമേ പറഞ്ഞതാണല്ലോ, നല്ല രൂപവും യൗവനവും ചേർന്ന് നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ള ആ പെൺകുട്ടികളെ ദൃഷ്ട്വാ, കണ്ടിട്ട്, സർവാത്മക വായുഹു, ആർക്കാണ് അവരെ കണ്ടപ്പോൾ മോഹം തോന്നിയത്? സർവാത്മകനായിട്ടുള്ള വായുദേവന്. സർവാത്മകൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരുടെ ശരീരത്തിലും വായുദേവനുണ്ട്. ഈ പറഞ്ഞ 100 പെൺകുട്ടികളുടെ ശരീരത്തിലും വായുദേവനുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും അവരോട് എന്തോ വല്ലാത്ത ആകർഷണം തോന്നി. എല്ലാവരുടെ ശരീരത്തിലും ഓടിക്കൊണ്ടിരിക്കുന്നവനാണ് വായു, എന്നാലും ഈ പെൺകുട്ടികളെ കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേക മമത തോന്നി. അതാണ് സർവാത്മകോ വായുഹു ഇദം വചനം അബ്രവീത്. ആ പെൺകുട്ടികളെ കണ്ട സന്തോഷത്തോടു കൂടിയിട്ട് അവരോട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? അതാണ് 16-ാമത്തെ ശ്ലോകം നോക്കാം. അഹം വഹ് കാമയേ സർവാ ഭാര്യാ മമ ഭവിഷ്യഥ മാനുഷസ്ത്യജ്യതാം ഭാവോ ദീർഘമായുരവാപ്സ്യഥ ചലം ഹി യൗവനം നിത്യം മാനുഷേഷു വിശേഷതഃ അക്ഷയം യൗവനം പ്രാപ്ത അമര്യശ്ച ഭവിഷ്യഥ. വായു ഇവരോട് പറയണ 2 വാക്യങ്ങളാണ് 16-ാമത്തെയും 17-ാമത്തെ ശ്ലോകങ്ങളിൽ. അവരോട് നേരിട്ട് പറയാണ്, അഹം വ കാമയേ സർവാഹ, നിങ്ങളെ എല്ലാവരെയും ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു, ഞാൻ കാമിക്കുന്നു. പെൺകുട്ടികളെ, നിങ്ങളെയൊക്കെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഭാര്യാമമ ഭവിഷ്യഥ, നിങ്ങളെല്ലാവരും എൻ്റെ ഭാര്യമാരായിട്ട് ഇരുന്നോളിൻ. 1-2 പേരൊന്നല്ല, 100 പേരോടും കൂടിയിട്ടാണ് പറയണത്, നിങ്ങളെല്ലാവരും എൻ്റെ ഭാര്യമാരായിട്ട് ഭവിക്കൂ. എന്നിട്ട് അപ്പം ഞാൻ ദേവനല്ലേ, നിങ്ങളൊക്കെ മനുഷ്യരാണ്, അപ്പം നിങ്ങൾക്ക് ഏത് രൂപമെടുക്കണം? അതാണ് മാനുഷസ്ത്യജ്യതാം ഭാവഃ, മാനുഷഃ ഭാവഃ ത്യജ്യതാം. നിങ്ങൾ എൻ്റെ പത്നിമാരായി തീരാൻ വേണ്ടിയിട്ട് മനുഷ്യ ഭാവത്തെ ഉപേക്ഷിക്കണം. അതാണ് മാനുഷഃ ഭാവഃ ത്യജ്യതാം. ദേവൻ്റെ ഭാര്യയാവണമെങ്കിൽ മനുഷ്യർക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ ദേവനോടൊപ്പം ചിരകാലം ജീവിക്കും വേണമെന്നുണ്ടെങ്കിൽ മനുഷ്യ ഭാവം കളയണം. അത് കളഞ്ഞിട്ട് ദീർഘമായുരവാപ്സ്യഥ, നിങ്ങൾക്ക് അങ്ങനെ ദേവഗണത്തിൽപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് വളരെയധികം ആയുസ്സും ഒക്കെ കിട്ടും ചെയ്യും. അതാണ് ദീർഘമായുഹു അവാപ്സ്യഥ. ദേവസ്ത്രീകളായി തീർന്നാൽ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ പറഞ്ഞ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ ആ ഒരു വളരെ ചഞ്ചലമായിട്ടുള്ളൊരു കാലം
യൗവനവും കുറച്ചേ ഉള്ളൂ, ജീവിതം തന്നെ വളരെ കുറച്ചേ ഉള്ളൂ മനുഷ്യർക്ക്. അതൊക്കെ പോയി കിട്ടും, നല്ല ദീർഘായുസ് ഉണ്ടാവും ചെയ്യും. അതാണ് ചലം ഹി യൗവനം നിത്യം മാനുഷേഷു വിശേഷതഃ. മാനുഷേഷു വിശേഷതഃ മാനുഷേഷു, പ്രത്യേകിച്ച് മനുഷ്യരിൽ യൗവനം ചലം ഹി നിത്യമല്ല. യൗവനം ഒട്ടും നിത്യമല്ല, അത് ചഞ്ചലമാണ്. ചഞ്ചലമല്ല, ചലമാണ്. ചലം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചലിച്ച് നീങ്ങുന്നത്, ഇല്ലാതെയായി പോകുന്നതാണ് യൗവനം. അത് മനുഷ്യർക്ക് ആയുസ് കുറവായതുകൊണ്ട് യൗവനവും താരതമ്യേന കുറയുമല്ലോ. ദേവന്മാർക്ക് അങ്ങനെയല്ല, ദേവന്മാരുടെ ആയുസ്സും കൂടുതലാണ്, അതുകൊണ്ട് അവരുടെ യൗവനവും കൂടുതലാണ്. അതുകൊണ്ട് ആ ചലമായിട്ടുള്ള വളരെ ദൈർഘ്യം കുറഞ്ഞ ആ ചെറിയ കാലത്ത് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന യൗവനം അത് മനുഷ്യർക്ക് മാത്രമുള്ളതാണ്. അതില്ലാതെയാക്കാം. മനുഷ്യഭാവം കളഞ്ഞാൽ അതൊക്കെ ഇല്ലാതെയാവുമല്ലോ. അക്ഷയം യൗവനം പ്രാപ്ത അമര്യശ്ച ഭവിഷ്യഥ. ദേവന്മാർക്കാണെങ്കിലോ അക്ഷയമായിട്ട് തീരാത്ത യൗവനമാണ്. അവർക്ക് ഈ നാലാമത്തെ അവസ്ഥ, വാർദ്ധക്യം എന്ന് പറഞ്ഞൊരവസ്ഥ ഇല്ല എന്നാണ് പറയണത്. യൗവനത്തോടു കൂടിയിട്ട്, അതായത് ബാല്യം, ശൈശവം, അത് കഴിഞ്ഞിട്ട് ബാല്യം, യൗവനം, അത്രയേ ഉള്ളൂ. അവർക്ക് പിന്നെ വാർദ്ധക്യം ഇല്ല എന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു യൗവനത്തിൽ തന്നെ തുടരും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ വേഗം മനുഷ്യഭാവത്തെ ത്യജിച്ചുകൊണ്ട് ദേവന്മാരുടെ ഭാവത്തെ സ്വീകരിച്ചോളൂ. അക്ഷയമായിട്ട് ക്ഷയിക്കാത്തതായ ദീർഘ യൗവനം നിങ്ങൾക്കുണ്ടാവും ചെയ്യും. എങ്ങനെ വന്നാൽ അമര്യശ്ച ഭവിഷ്യഥ. അമരീ എന്ന് പറഞ്ഞാൽ ദേവസ്ത്രീകളായിട്ട് തീരുകയും ചെയ്യും. നിങ്ങൾക്ക് യൗവനം, ഈ ഒരു സൗന്ദര്യം എല്ലാ കാലത്തും ഉണ്ടാവും ചെയ്യും. അപ്പോൾ അത് കേട്ടിട്ട് ഇവർ പറയാണ്, 18ാമത്തെ ശ്ലോകം നോക്കാം. തസ്യ തദ്വചനം ശ്രുത്വാ വായോരക്ലിഷ്ടകർമ്മണ അപഹാസ്യ തതോ വാക്യം കന്യാശതമഥാ ബ്രവീത്. തസ്യ വായോഹോ അക്ലിഷ്ടകർമ്മണ വായോഹോ തദ്വചനം ശ്രുത്വാ. അക്ലിഷ്ടകർമ്മണ എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരാളാണല്ലോ വായു. വായുവിനെ നമുക്ക് തടയാൻ പറ്റില്ല. വായു ഇവിടെ നമ്മുടെ ഉള്ളിൽ കൂടെയും പുറത്തു കൂടെയൊക്കെ ഓടി നടക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ജീവനോടെ ഇരിക്കുന്നത്. അത് അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ മനുഷ്യരെല്ലാം മരിച്ചു പോവും. അപ്പോൾ അപ്രതിരോധ്യനാണ് വായുദേവനെങ്കിലും ഈ കന്യകമാർ അവരോടിങ്ങനെ പറഞ്ഞപ്പോൾ തിരിച്ച് മറുപടി പറഞ്ഞു. അപഹാസ്യ തതോ വാക്യം കന്യാശതമഥാബ്രവീത്. ആ വാക്കുകൾ, വായു പറഞ്ഞ ആ മോഹിപ്പിക്കലിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട്, നിസ്സാരമാക്കിക്കൊണ്ട്, അതിനെ കളിയാക്കിക്കൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അതാണ് അപഹാസ്യ. ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുമോ എന്നുള്ള രീതിയിൽ അവരതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, കളിയാക്കിക്കൊണ്ട് കന്യാശതം, ഈ 100 പെൺകുട്ടികളും വായുദേവനോട് ഇപ്രകാരം പറഞ്ഞു. അധ അബ്രവീത്. വാക്യം അധ അബ്രവീത്. എന്താണ് പറഞ്ഞത്? നമുക്ക് 19ാമത്തെ ശ്ലോകം നോക്കാം. അന്തശ്ചരസി ഭൂതാനാം സർവേഷാം സുരസത്തമ പ്രഭാവജ്ഞാശ്ച തേ സർവാഹ കിമർത്ഥമവമന്യസേ. അല്ലയോ മഹാത്മാവായിട്ടുള്ള ദേവ, വായുദേവ, അന്തശ്ചരസി ഭൂതാനാം സർവേഷാം. ഹേ സുരസത്തമ, ശ്രേഷ്ഠനായിട്ടുള്ള ദേവനാണ് അങ്ങ്. അങ്ങ് ഭൂതാനാം സർവേഷാം അന്തഃ ചരസി, എല്ലാ ഭൂതങ്ങളുടെയും, ഭൂതങ്ങളെന്ന് വെച്ചാൽ ഇവിടെ ജനിച്ച എല്ലാവരുടെയും, അത് മരങ്ങളായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും മനുഷ്യരായാലും ആരായാലും അവർക്കൊക്കെ വായുവിനെ ആവശ്യമാണ്. അങ്ങനെ എല്ലാ ജീവൻ ഉള്ള വസ്തുക്കളിലും കുടികൊള്ളുന്നവനായിട്ടുള്ള, അല്ലയോ ദേവ, ശ്രേഷ്ഠനായിട്ടുള്ള വായുദേവ, അങ്ങയെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം. തേ പ്രഭാവജ്ഞാഹ, ഞങ്ങളെല്ലാവരും അങ്ങയുടെ പ്രഭാവത്തെ പറ്റി അറിവുള്ളവർ തന്നെയാണ്. സർവാഹ വയം സർവാഹ, ഞങ്ങളെല്ലാവരും തന്നെ, ഈ കന്യകമാരായിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങയെ പറ്റിയിട്ട് നല്ലവണ്ണം അറിയാം. പിന്നെ എന്തുകൊണ്ട് അങ്ങ് ഞങ്ങളോട് ഇങ്ങനെ അവമാനം നടത്തുന്നു? അതായത് ഞങ്ങളെ വിലയില്ലാത്ത പോലെ വർത്തമാനം പറയണത് എന്താണ്? ഇതൊരു അപമാനമാണ്. അവമാനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു വിഗണിക്കൽ. ഞങ്ങൾ പെൺകുട്ടികളൊക്കെ അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിൽക്കേണ്ടവരാണ് എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് ഞങ്ങളോട് അങ്ങ് സംസാരിക്കുന്നു? എന്തുകൊണ്ട് ഞങ്ങളെ അവമാനിക്കുന്നു? മാനം ഇല്ലാതെയാക്കുക, അതാണ് അവമാനം. നിങ്ങളെ കണ്ടു, എനിക്കിഷ്ടമായി, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാം, നിങ്ങൾ അമരികളാവൂ, ദേവതകളാവൂ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊക്കെ അവിടെ ഒരു വിലയില്ലേ, അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനില്ലേ എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. 20ാമത്തെ ശ്ലോകം 21 നോക്കാം. കുശനാഭസുതാ ദേവ സമസ്താസുരസത്തമ
സ്ഥാനാച്യാവയിതും ദേവം രക്ഷാമസ്തു തപോ വയം. മാ ഭൂത്സകാലോ ദുർമേധ പിതരം സത്യവാദിനം അവമന്യസ്വധർമ്മേണ സ്വയം വരമുപാസ്മഹേ. കുശനാഭസുതാഹ ദേവ സമസ്താഹ. അല്ലയോ ദേവ സുരസത്തമ വായുദേവ, വയം ഞങ്ങൾ ആരാണെന്നറിയോ? വയം കുശനാഭസുതാഹ സമസ്താഹ. ഞങ്ങളെല്ലാവരും തന്നെ, ഞങ്ങൾ ഈ 100 പേരും കുശനാഭൻ എന്നു പേരുള്ള രാജാവിൻ്റെ മക്കളാണ്. അങ്ങനെ ഒരു ശ്രേഷ്ഠനായിട്ടുള്ള പിതാവിൻ്റെ മക്കളാണെന്ന് മാത്രമല്ല, അങ്ങയെ വേണമെങ്കിൽ പദവിയിൽ നിന്ന് താഴേക്ക് വീഴ്ത്താനും ഞങ്ങളെ കൊണ്ട് പറ്റും. അത് ഏത് കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. സ്ത്രീകൾ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കുമെന്നുള്ളതിൻ്റെ തെളിവുകൾ വാൽമീകി മഹർഷി വരെ പറഞ്ഞു വച്ചിട്ടുണ്ട്. സ്ഥാനാത് ച്യാവയിതും, ഇവിടെ നല്ല അർത്ഥത്തിലാണ് കേട്ടോ പറയണത്. ഈ വായുദേവൻ വേണ്ടാത്ത രീതിയിൽ ഇടപാട് നടത്തിയത് കൊണ്ട് പെൺകുട്ടികൾ, മിടുക്കത്തികളായിട്ടുള്ള പെൺകുട്ടികൾ വേണ്ടതുപോലെ പറഞ്ഞ് വായുദേവനെ പറഞ്ഞ് തടഞ്ഞു നിർത്തുക ചെയ്യണത്. സ്ഥാനാത് ച്യാവയിതും, അങ്ങയെ അങ്ങയുടെ ഉത്തമമായിട്ടുള്ള സ്ഥാനത്ത് നിന്ന് ച്യാവയിതും വീഴ്ത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കും, പക്ഷെ ഞങ്ങളത് ചെയ്യുന്നില്ല. രക്ഷാമസ്തു തപോ വയം, ഞങ്ങളുടെ തപസ് അതിന് ശക്തിയുള്ളതാണ്. തപസ്സുകൊണ്ട് വയം തപഹ, ആ തപസ്സുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ ശക്തകളാണ്? അങ്ങയെ അങ്ങയുടെ സ്ഥാനത്ത് നിന്ന് വീഴ്ത്താൻ ശക്തകളാണ്. പക്ഷേ രക്ഷാം അസ്തു, ഞങ്ങളത് ചെയ്യുന്നില്ല. ഞങ്ങളുടെ പ്രഭാവത്തെ, തപസ്സുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയതായ പ്രഭാവത്തെ അതിനായിട്ട് ഉപയോഗിക്കുന്നില്ല. രക്ഷാം അസ്തു, അങ്ങയ്ക്ക് രക്ഷയുണ്ടാവട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ തപസ്സിനെ അങ്ങയെ വീഴ്ത്താനായിട്ട് ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല മാ ഭൂത് സകാലോ ദുർമേധ, അല്ലയോ ദുർമേധ, ദുർമേധസ് എന്ന് പറഞ്ഞാൽ ചീത്തബുദ്ധിയുള്ളവനെ, ഇതുപോലെ അത്യാഗ്രഹം കാണിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന അല്ലയോ വായുദേവ, ഞങ്ങളുടെ അച്ഛനുണ്ടല്ലോ, പിതാവായിട്ടുള്ള ആ കുശനാഭൻ, അദ്ദേഹം അങ്ങയുടെ കാലനാവാതിരിക്കട്ടെ. സത്യവാദിനം പിതരം കാലഹ മാ ഭൂത് സഹ, ആ സത്യവാദിയായിട്ടുള്ള ഞങ്ങളുടെ അച്ഛനെ പറ്റി അങ്ങയ്ക്ക് അറിയാമല്ലോ, അദ്ദേഹം അങ്ങയുടെ കാലനാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതറിഞ്ഞാൽ അങ്ങയെ വധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും ഞങ്ങളോട് എടുക്കരുത്. സ്വധർമ്മേണ സ്വയം വരമുപാസ്മഹേ, ഞങ്ങളുടെ ധർമ്മത്തിനനുസരിച്ച് അല്ലെങ്കിൽ അച്ഛൻ കാണിച്ചു തരുന്നതിനനുസരിച്ച് സ്വയം വരം ഉപാസ്മഹേ. സ്വധർമ്മേണ സ്വയം വരം ഉപാസ്മഹേ. അതുകൊണ്ട് അങ്ങ് മനസ്സിലാക്കിക്കോളൂ, ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അച്ഛൻ പറയണതിനനുസരിച്ച് വരനെ സ്വീകരിച്ചു കൊള്ളാം. ഞങ്ങളുടെ എല്ലാവരുടെയും വരനായിട്ട് അങ്ങ് വരേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഈ 100 പെൺകുട്ടികളും വായുദേവനോട് പറഞ്ഞത്. അങ്ങനെയുള്ള പിതാവിനെ അങ്ങ് അപമാനിക്കരുത്, ഞങ്ങളെ അപമാനിച്ച പോലെ അച്ഛനെയും അപമാനിക്കരുത്. അതാണ് സത്യവാദിനം പിതരം മാ അവമന്യ, അദ്ദേഹത്തെയും അപമാനിക്കരുത്. അദ്ദേഹം അങ്ങനെ അപമാനിച്ചാൽ അങ്ങയുടെ കാലനാവാനും മടി കാണിക്കില്ല എന്നാണ് ഇവിടെ വാൽമീകി മഹർഷി പറയണത്. അതായത് ഈ പെൺകുട്ടികളുടെ വാക്കുകളായിട്ട് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഇനി എന്താണ് വായുദേവൻ പറയണത് എന്നൊക്കെ ഉള്ളത് അടുത്ത ദിവസം കാണാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. അഥതാശ്ചാരു സർവാംഗ്യോ രൂപേണ അപ്രതിമാ ഭുവി ഉദ്യാനഭൂമിമാഗമ്യ താരായിവ ഘനാന്തരേ താ സർവാ ഗുണസമ്പന്നാ രൂപയൗവന സംയുതാ ദൃഷ്ട്വാ സർവാത്മകോ വായുരിദം വചനമബ്രവീത് അഹം വഃ കാമയേ സർവാ ഭാര്യാ മമ ഭവിഷ്യഥ മാനുഷസ്ത്യജ്യതാം ഭാവോ ദീർഘമായുരവാപ്സ്യഥ ചലം ഹി യൗവനം നിത്യം മാനുഷേഷു വിശേഷതഃ അക്ഷയം യൗവനം പ്രാപ്ത അമര്യശ്ച ഭവിഷ്യഥ തസ്യ തദ്വചനം ശ്രുത്വാ വായോരക്ലിഷ്ടകർമ്മണ അപഹാസ്യ തതോ വാക്യം കന്യാശതമഥാ ബ്രവീത് അന്തശ്ചരസി ഭൂതാനാം സർവേഷാം സുരസത്തമ പ്രഭാവജ്ഞാശ്ച തേ സർവാഃ കിമർത്ഥമവമന്യസേ കുശനാഭസുതാ ദേവസമസ്താഃ സുരസത്തമ സ്ഥാനാച്യാവയിതും ദേവം രക്ഷാമസ്തു തപോ വയം മാ ഭൂത്സകാലോ ദുർമേധ പിതരം സത്യവാദിനം അവമന്യസ്വധർമ്മേണ സ്വയം വരമുപാസ്മഹേ.
ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.